അസ്സലാമലൈക്കും. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കുനാഫ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ മക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് കുനാഫ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള വെർമിസെല്ലിയുടെ ഒരു പാക്കിന്റെ പകുതിയാണ്. വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നന്നായി പൊടിച്ചെടുത്ത തിന്നായിട്ടുള്ള വെർമിസെല്ലി 100 ഗ്രാമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നിറം നല്ലപോലെ തന്നെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇതിന്റെ 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പുഡിംഗ് ട്രേ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഒരു പാക്കറ്റ് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, 500 ml. ഇതിലേക്ക് 1/2 ടീൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ടിന്നാണ് കേട്ടോ. ഇതിന് 1/2 ടിന് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റുക. കൊക്കോ പൗഡർ പാലിൽ ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ പാല് ചൂടാവണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെക്കുക. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കുക. പാൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ച പുഡിംഗ് ട്രേയിലേക്ക് വെർമിസെല്ലിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ തിളപ്പിച്ചു വെച്ച ഈ പാലുണ്ടല്ലോ, ഇത് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാറുന്നതിന് വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ഇതിനെ ഫ്രീസറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഇത് എടുത്ത് ഇതിന്റെ മുകളിലായിട്ട് ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത വെർമിസെല്ലിൽ നിന്നും 1/4 ഭാഗം നമ്മൾ മാറ്റി വെച്ചിരുന്നു, അത് ഇതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. ഗാർണിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇതിന്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയായി. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അതങ്ങനെ ആവാം കേട്ടോ. അലങ്കാര പണികളൊക്കെ അത് അവനവന്റെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.